കുട്ടികൾക്ക് പരാതിയില്ലെങ്കിലും നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. KT ജലീലിന്റെ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം അത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതാണ് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴും നിലപാട് തിരുത്താൻ തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ ജലീൽ തയ്യാറാവുന്നില്ല. താൻ ഗുണദോഷിക്കുകയാണ് ചെയ്തതെന്നാണ് ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഗുണദോഷം കേരളത്തിലെ കുട്ടികൾക്ക് ആവശ്യമില്ല. നിയമം അത് അനുവദിക്കുന്നതുമില്ല. കുട്ടികളോടുള്ള സമീപനം മാറ്റേണ്ടതായിരുന്നു. ഇദ്ദേഹം അധ്യാപകനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അധ്യാപകന് ചേർന്ന സമീപനമാണോ ഇത്? കുഞ്ഞുങ്ങളെ പബ്ലിക്കായി വിളിച്ച് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അവരുടെ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളെ തിരുത്തുകയാണെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത്. നമുക്കറിയാം, പബ്ലിക്കായിട്ട് നമ്മൾ വിളിച്ചിട്ട്, നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും വിളിച്ചിട്ട് പറയുമ്പോൾ എന്തുമാത്രം വേദനയും അപകർഷതാബോധവും അപമാനവും ഒക്കെ ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹം ഇപ്പോൾ അംഗമായിരിക്കുന്ന പാർട്ടി അദ്ദേഹത്തെ തിരുത്തേണ്ടതാണ്. ശിശു സൗഹൃദ സംസ്ഥാനമാണ് നമ്മളുടേത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിന് വളരെ പ്രാധാന്യമാണുള്ളത്. ചെറിയ കാര്യമായിട്ട് മിനിസ്റ്ററും സർക്കാരൊന്നും കാണുന്നില്ല അല്ലേ? ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ പരസ്യമായി അവഹേളിക്കുക, തിരുത്തിയതല്ലോ. അവിടെ പറഞ്ഞ ഓരോ വാക്കും, അദ്ദേഹം ചെവിക്ക് പിടിച്ചത് ഒക്കെ, അതൊക്കെ പരസ്യമായിട്ടില്ല. അത്രയും കുട്ടികളിരിക്കില്ലേ, അതിൽ 1-2 കുട്ടികളെ മാത്രം വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ഔചിത്യമില്ല, അത് കുറ്റകരവുമാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു വകുപ്പുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ. അതിൻ്റെ ഒരു നടപടി എന്ത്? റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും പരാതി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് പരാതി ഇല്ലെങ്കിൽ പോലും സ്റ്റേറ്റിന് അക്കാര്യത്തിൽ പരാതിയുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. നടപടികളൊന്നും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നത് കേസെടുത്താലും എനിക്ക് പ്രശ്നമില്ല, ജാമ്യം എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് ആ തെറ്റ് ഉൾക്കൊള്ളണം എന്നാണോ പറയാനുള്ളത്? അതെ, അദ്ദേഹത്തോട് ഏറെ ബഹുമാനത്തോടെ പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി, അറിഞ്ഞാലും അറിയാതെയും തെറ്റുപറ്റി. ആ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണല്ലോ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടത്. അദ്ദേഹം തീർച്ചയായും അത് തെറ്റ് മനസ്സിലാക്കാൻ തയ്യാറാകണം ഇനിയെങ്കിലും. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, മന്ത്രിയോട് വിശദമായി തന്നെ ആദിൽ സംസാരിച്ചു. ഈ വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് എന്ന് പറയുന്നത് കുട്ടികളെ അപമാനിച്ചു എന്നത് തന്നെയാണ്. മാത്രമല്ല, KT ജലീൽ തിരുത്തിയില്ലെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ടതാണെന്നും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി പറയുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇനി അഥവാ KT ജലീലിന് തന്റെ തെറ്റ് ബോധ്യപ്പെടുന്നില്ല എന്നാണെങ്കിൽ പാർട്ടി ഇടപെട്ട് ഇക്കാര്യത്തിലൊരു തിരുത്തൽ നടപടി സ്വീകരിക്കണം എന്നുകൂടി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി, ക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുകയാണ്. KT ജലീൽ തെറ്റ് അംഗീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് ബിന്ദു കൃഷ്ണ പറയുന്നു. കുട്ടികൾക്ക് പരാതിയില്ലെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രതികരണം വന്നപ്പോൾ കുട്ടികൾ തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുള്ള ദൃശ്യങ്ങളും പ്രതികരണവും പുറത്തു വന്നിരുന്നു. ഇനി അഥവാ കുട്ടികൾക്ക് പരാതിയില്ലെങ്കിലും സ്വമേധയാ എന്ന നിലയിൽ തന്നെ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുകൂടി ബിന്ദു കൃഷ്ണ പറയുകയാണ്. നേരത്തെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു മന്ത്രി. ആ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. KT ജലീലിന്റെ ഭാഗത്ത് നിന്ന് തെറ്റു പറ്റിയതായുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് സർക്കാരും മന്ത്രിയും വ്യക്തമാക്കുകയാണ്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.